കേൾപ്പതുണ്ട് പരദേവതേ കേൾവിയൊന്നു കേട്ടാലും ദൃസവി തുറന്നു കേൾക്കണം തിരുമനം കണ്ടുണരേണം കണ്ടുകൊണ്ടണി വിലാസപുഞ്ചിരിയൊന്നു കൈക്കൊള്ളണം പടയ്ക്കും കുടയ്ക്കും അഴകിയ പടയുടെ 18 മലവാഴിമുണ്ടയ്യൻ ദൈവങ്ങളും 21,000 സേവാർത്ഥങ്ങളൊക്കെ പഠിച്ചു വരയിരിക്കുന്ന കൂരു എന്ന മുത്തശ്ശനും കുന്നത്തെ ഹരിസ്വരൂപം കുഞ്ഞി പൊന്നനൊന്നു കേൾക്കണേ. ഇതിനകത്ത് നാട് നിഴല് തണല് തങ്കേശകം വാഴുക നാട്ടിലേക്ക് അഴകിയ നാടാകുന്നു വേളവസ് നാട് വാഴുക ദേശത്തിനഴകിയ ദേശമാകുന്നല്ലോ പുറനാട്ടുകര ദേശം കരയും കരപ്പുറം വാഴുക തട്ടകത്ത് താണിക്കുടത്തുക വിലമ്മ ഭഗവതി ശ്രീ ഭദ്രകാളി വാഴുക തേവരു നല്ലച്ഛനും വാഴുക ഇരുവരുടെ കല്ലിരിക്കും താഴെ മതിൽ കുമ്പുറമേ പടിയടച്ചു കുടിയിരിക്കുന്ന 4 വീട്ടിലേക്ക് തെളിഞ്ഞുള്ള മുന്നം മുതൽ തനയുടെ തറവാട് താഴത്തു പറമ്പിൽ വാഴുന്ന താനില്ലം തനയുടെ തറവാട് വാഴുകേ. താഴത്തു പറമ്പിൽ വാഴുന്ന താനില്ലം തനയുടെ തറവാട്ടിലാകുന്നല്ലോ യോഗ്യാപുരുഷനും കന്യാവും കൂടി ഇരുന്നും പാർത്തും പുലർന്നും അറിയിക്കുന്നു ഒരു കാലത്ത് മക്കളില്ല മനദുഃഖങ്ങളെ കൊണ്ടറിയിരിക്കുന്നു ഒരു കാലത്ത് ഒരു ദിനം യോഗ്യാപുരുഷ നല്ലച്ഛന് കന്യാവിനെ വിളിച്ചും അരുളി ചെയ്തു കേട്ടാലും കേട്ടുകൊണ്ടാലും കന്യാവേ എത്ര കാലമായി നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലമായിട്ടും നമ്മൾക്കൊരു മകനോ മകൾക്കോ ഉള്ള വിധി ഫലയോഗങ്ങളൊന്നും കാണാനില്ലല്ലോ കന്യാവേ ആയതിനെ കൊണ്ടു നീയൊന്ന് പെറ്റോളു കന്യാവേ ഞാനെടുത്തു അണി വളർത്തി കൊള്ളുകാമെന്നരുളി ചെയ്യുന്ന നേരത്ത് ആയത് കേൾക്കുമ്പോ കന്യാവ് 41 ദിവസത്തെ മെയ്യടിമ പൊയ്യടിമ ഭജനശുതങ്ങൾ തുടങ്ങുന്നു 41 ദിവസങ്ങളൊക്കെ ചെല്ലുമ്പോൾ തട്ടകത്ത് വാഴുന്ന താണിക്കുടത്തമ്മ ഭഗവതിയുടെ അതിരുനട നോക്കി ചെല്ലുന്നു എംബ്രാന്തിരി കയ്യാലെ കൂട്ടുപായസങ്ങളൊക്കെ കൈവഴങ്ങി കൊണ്ടുപോരുന്നല്ലോ താനില്ലം തനയുടെ തറവാട്ടിങ്കലോടെ വന്നു മെയ്യോഗം തെളിഞ്ഞു കാണുന്നു സന്ധ്യയണഞ്ഞിന ചെറുപകലോടെ അത്താഴൂടും അമൃതേത്തും കഴിഞ്ഞു തെക്കിനി മുറിയറ നോക്കി കടന്നു ചെല്ലുന്നല്ലോ കന്യാവ് യോഗ്യാപുരുഷ നല്ലച്ഛനൊത്ത് ചൂരൽ കട്ടിലിൻ പരിമുകളേറുന്നു 2 പേരും കൂടി കെട്ടിപ്പുണരുന്നു മാർജൊരിയുന്നു പക്ഷിയുറക്കം പ്രാവുറക്കം അന്തിശൈരം പള്ളി നിദ്ര സുഖലാണ്ട സുഖലുറക്കങ്ങളൊക്കെ ഉറങ്ങുന്നു കന്യാവ് പുലരുവാനൊട്ടും നേരാനാഴിക വെളുപ്പുള്ളപ്പോൾ ഞെട്ടാഞ്ഞെടുക്കനെ ഉണർന്നെഴുന്നേറ്റു അടച്ചിന വാതിലും തട്ടിതാൾ തുറന്നു യോഗ്യാപുരുഷനുടെ തൃപ്പാദം തൊട്ടു വന്ദന കഴിഞ്ഞു മുറ്റത്തിറങ്ങി ചെല്ലുന്നല്ലോ ഉദിച്ചു വരുന്നു ആദിത്യ ഭഗവാന് കൈകൂപ്പി തൊഴുതു വന്ദന കഴിയുന്നു 7 വരി മുറ്റം അടിച്ചു ഒരു നിലനിൽക്കുന്നു ഒരു നേരത്ത് എടുത്തുടുത്തിരിക്കുന്ന കോടിയാട തലയ്ക്കൽ ചുവപ്പുമാറ് വെള്ളുതിരം കാണുമ്പോൾ അകത്തില്ല മകശാലയോടെ കടന്നു ചെന്നു കന്യാവ് നനഞ്ഞിന ആടകളൊക്കെ മാറ്റി പകർന്നെടുത്തു വട്ടകയിൽ നീർ കോരി കൊണ്ടുപോരുന്നു ഇല്ലത്തിന്റെ ഇറക്കൊഴിച്ചു ഇറവെള്ളം ചാലൊഴുകി ഊണില്ലമ്മ കാത്തോടി കര കൊണ്ടു വട്ടം തൊട്ടുൾ കണ്ണിൽ മഷി എഴുതി ഉപ്പോടെ ഉണങ്ങലരി ഉള്ളം കയ്യിൽ വെള്ളം ചന്ദന താല ഭേദിച്ചു അമൃതിനെ കഴിഞ്ഞു ഉപ്പ് ചെന്നൂറലാകുന്നു വെള്ളം ചെന്നു മേളമുറ്റി കരുവാകും ഇത്തുളിവേ തുളിവാകുന്നു വന്നക്കി ഒന്നാകും മാസങ്ങളൊക്കെ ഈരെടുക്കുമ്പോൾ കന്യാവിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്നുള്ള ഇടവഴക്കം പരിവഴക്കം സംശയങ്ങളൊക്കെ തോന്നുന്നൊരു കാലം
മാസത്തിൽ ഈർക്കരുവേ മടിമുറ്റി 3-ആകും മാസത്തിൽ മുതുവരന്നു 4-ആകും മാസത്തിൽ വെട്ടിവച്ച നാക്കില പോലെ ഗർഭം മടിവരന്നു 5-ആകും മാസത്തിൽ ഗർഭച്ചാക്കോള് പെരുങ്കൊതികളൊക്കെ തീർത്തു കാണുന്നു 6-ആകും മാസത്തിൽ പാരാറുണ്ണി പൈതലായുതിരിയുന്നു 7-ആകും മാസത്തിൽ എഴുന്തിന പിള്ളപാടെ മറയുന്നു 8ഉം 9ഉം മാസങ്ങളൊക്കെ നിറപൊരുതി ഈറ്റ കല്ലേറിയറിയിരിക്കുമ്പോ കന്യാവിന് ചില പേറ്റുന്നു വലുതായി മകളൊക്കെ ഈരടുക്കുമ്പോൾ യോഗ്യാപുരുഷനെ വിളിച്ചു അരുളി ചെയ്തു അല്ലയോ എൻ കണവൻ ഭർത്താവേ നിങ്ങൾക്ക് എന്നെയും എൻ വയറ്റിൽ കിടക്കുന്ന പിള്ളയെ കൂടി വേണമെങ്കിലോ വേഗം തന്നെ വയറ് പിടിക്കുന്ന വയറ്റാട്ടി മാതാവിനെ ഒന്ന് കൂട്ടി കൊണ്ടുവരികേണമായതിനെ കേൾക്കുമ്പോ യോഗ്യാപുരുഷനാകുന്നല്ലോ അണിയോട് യാത്രകളും കൈവടങ്ങുന്നു താനില്ലം തനയുടെ തറവാടും പടിയിടകടന്നു മറുപടിയും ഇടകടന്നു വയറ്റാട്ടി മാതാവിന്റെ മുറ്റത്തല്ലേ മുല്ലമലർക്കാവിലൂടെ കീഴിറങ്ങി വഴി ചെല്ലുമ്പോ വയറ്റാട്ടി മാതാവിനെ നേടി വിളി പകരുമ്പോൾ വയറ്റാട്ടി മാതാവും ആയതു കേൾക്കുമ്പോൾ വന്നു ചോദിച്ചു എന്തിനെ കൊണ്ടാണ് ഇവിടെ വന്നെന്നെ വിളിച്ചൊരു കാര്യം എന്താകുന്നു അപ്പോൾ പറഞ്ഞു കേട്ടുകൊണ്ടാൽ എൻ്റെ വയറ്റാട്ടി മാതാവേ നിങ്ങളെ പോലൊരു കന്യാവന്റെ താനില്ലം തനയുടെ തറവാട്ടിൽ 8-9 മാസങ്ങളൊക്കെ നിറപൊരുതി അരയിരിപ്പാണായതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വന്നേ മതിയാവുള്ളൂ ആയതിനെ കേൾക്കുമ്പോൾ വയറ്റാട്ടി മാതാവ് വലുതൊന്നെടുത്തെടുത്തു ചെറുതൊന്ന് തോളാക്കുന്നിട്ടു നാന്തകൻ കിളിക്കത്തി ഉന്മടിയിൽ കൊണ്ടൊരുക്കി വച്ചു മുറ്റത്തല്ലേ മുല്ലമലർക്കാവിൽ കീഴിറങ്ങി ചെന്നു കളരി പാരമ്പര്യങ്ങളെ കൈകൂപ്പി തൊഴുതു വന്ദന കഴിയുന്നല്ലോ അവിടെ നിന്നും യോഗ്യാപുരുഷനുടെ പിൻപുറമേ വഴി പോരുന്നു മാതാവ് താനില്ലം തനയുടെ തറവാട്ടിങ്ങളോട് നിമരം ചെല്ലുമ്പോൾ യോഗ്യാപുരുഷനെ വിളിച്ചു അരുളി ചെയ്തു എങ്കിലും യോഗ്യാപുരുഷ കൊണ്ടുവന്നാട്ട് കുഴിഞ്ഞിനാകിണ്ണത്തിലെണ്ണ കുത്താൻ പാളയിൽ തണ്ണുനീര് പിടിവള്ളി കെട്ടുവാൻ മുമ്മുഴം കയറും കൊണ്ടുവരികയാണ് പറഞ്ഞിന വാചകം മുടുങ്ങും മുൻപ് വയറ്റാട്ടി മാതാവിന്റെ വലം കയ്യാല കൊണ്ടു കൊടുക്കുമ്പോൾ മറുമരുന്നാല കൂട്ടി വേദിച്ചു പേറ്റുനോവാല പിടിപെട്ട് കിടക്കുന്ന കന്യാവിന്റെ മർമ്മസ്ഥാനങ്ങളിൽ ഉൾപ്പെണ്ണ കൊണ്ട് പുരട്ടുന്നു പിടിവള്ളി കൊണ്ട് പിടിച്ചു കെട്ടുന്നു ഓരടി മുന്നാകവും നടത്തിച്ചു ഈരടി പിന്നാകവും നടത്തിച്ചു എലി പിടിച്ചു 8-10 കുടച്ചിൽ കുടയുമ്പോ കന്യാവിനരി ഒരു സഞ്ചാരങ്ങളൊക്കെ കൊണ്ട് വെള്ളത്തിന് ദാഹവും പെരുക്കുന്നു ഓരോരോ പേറ്റു ദുഃഖങ്ങളൊക്കെ വന്നു മുറവിളി കൂട്ടി കാണുമ്പോൾ വയറ്റാട്ടി മാതാവ് കന്യാവിന്റെ മേൽ വയറ്റിലെ പിള്ളയെ അടിവയറ്റിലേക്ക് കീഴിറക്കി അടിവയറ്റിലെ പിള്ളയെ അടിവയറ്റിലേക്ക് കൊണ്ട് കീഴിറക്കുന്നു മടിവയറ്റിലെ പിള്ളയെ അടിവയറ്റിലേക്ക് കൊണ്ട് കീഴിറക്കി അന്നേരം ആയിരിക്കുന്നു കന്യാവ് ഓരോരോ പേറ്റു ദുഃഖങ്ങളൊക്കെ വന്നു മുറവിളി കൂട്ടി കാണുമ്പോൾ ആറാരിശം നൊന്തു നോവാലയും വിളി പകരുമ്പോൾ അറുത്തു വച്ചോറ് നേത്രവാണ ഗുരുനിലയിൽ ആയുസുള്ളൊരു ഉണ്ണിയെ മകനെ പെറ്റു പ്രസവം കഴിഞ്ഞു കാണുന്നു കന്യാവ് ഉണ്ണി മകളുടെ ദുഃഖങ്ങളൊക്കെ മുറവിളി കേട്ടു കാണുമ്പോൾ യോഗ്യാപുരുഷനും മറയോടും നിറയോടും വെള്ളോട് പാത്രങ്ങളൊക്കെ തട്ടി മകന്റെ പേടി ശങ്ക ഭയങ്ങളൊക്കെ തീർത്തു മുറ്റത്തിറങ്ങി ചെന്നു 3 ആൺവിളി വിളിച്ചു വരട്ടു തേങ്ങ മുഖം തുറന്നു ശംഖ് പൊന്നുരുദ്രാക്ഷം വരച്ചു കലക്കി മകന് വാഴിച്ചു വരവും കൊടുത്തു 120 വയസ്സുകാലം വാണിക്ക മകനെ 100 പുഞ്ച വിളഞ്ഞുണ്ടിരിക്കാറ് തൃക്കൂത്ത് മാമങ്ങ വേലപൂരങ്ങൾ കണ്ടിരിക്കണം കുന്നത്തു വച്ച വിളക്ക് പോലെ കുടത്തിലെ പനിനീര് പോലെ തേറി തെളിയണം മകനെ ജന്മം വരികട്ടെ ഗുണം വരികട്ടെ മകനെ എന്ന് വാഴിച്ചു തോറ്റി വരവും വരപ്രസാദങ്ങളൊക്കെ കൊടുത്തു കാണുമ്പോൾ അപ്പോഴായിരിക്കുന്നു അന്നേരത്ത് വയറ്റാട്ടി മാതാവ്
നാന്തകൻ കിളിക്കത്തിയാലെ എടുത്തുണ്ണീ മകനെയായിരിക്കും നല്ല പൂക്കിൽ കൊടി കണ്ടിനാലെ മുറിച്ചു കത്തിയിന്മേൽ പുരണ്ട ചോര കട്ടു നീക്കി ദുഷ്ടു നീക്കി ഇളമധുരം പുരണ്ട ചോര ഉണ്ണീ മകനുടെ ഇടയുണ്ടത്ത് മധുരവും പുരട്ടി നീയൊരു ആണായി കേമനായി വാഴും കാലം എല്ലാവരുടെ ചുണ്ട് കാക്ക ചുണ്ട് കരിഞ്ചുണ്ടെന്ന് വന്നാലും മകന ചുണ്ട് തത്തമ്മ ചുണ്ട് പവിളപ്പല്ലഴകാകട്ടെ എന്ന് വാഴിച്ചു വരവും കൊടുക്കുമ്പോൾ വയറ്റാട്ടി മാതാവിനി ഒറ്റരാശി മുൻപണവും ഒരു നല്ല കൂടി ആടയും കൊടുത്തു വയറ്റാട്ടി മാതാവിനോടും പറഞ്ഞു എങ്കിലോ മാതാവ് ഉണ്ണി മകന്റെ 28 നാൾ പേർ വിളിക്ക് കാലേ പകലെ വന്നിരിക്കണം ആയതിനെ കേൾക്കുന്നു ഒരു നേരത്ത് വയറ്റാട്ടി മാതാവണിയുടെ യാത്രകളൊക്കെ കൈവഴങ്ങുന്നു താനില്ലം തനിയുടെ തറവാട്ടിങ്കലും നിന്ന് വഴി പോരുന്നല്ലോ അന്നാളും കഴിയുന്നു 3 നാളും കഴിയുന്നു 3 കുടങ്ങിറങ്ങി കുളിച്ചു 4 കുളിച്ചു 10 കുളമിറങ്ങി കുളിച്ചു 15 ലീറ്റർ പുലവാലായി മകളൊക്കെ കഴിഞ്ഞു കാണുന്നല്ലോ 20 28 നാളുകളൊക്കെ ഇരടുക്കുമ്പോൾ വെറ്റമ്മ മാതാവ് യോഗ്യ പുരുഷ നല്ലച്ഛനെ വിളിച്ചു അരുളി ചെയ്തു കാണുന്നു മാതാവ് കേട്ടുകൊണ്ടാലും യോഗ്യ പുരുഷ നല്ലച്ഛൻ നമ്മുടെ ഉണ്ണി മകനുടെ 28 നാൾ പേർവിളികളൊക്കെ ഇരടുത്തു ആയത് നമ്മൾ മാത്രം അറിഞ്ഞാലൊട്ടും അഴകല്ല അജിതമല്ല നമ്മൾക്ക് വേണ്ടുന്ന ബന്ധുമിത്രാദികളെയൊക്കെ ഒന്ന് അറിയിക്കണം ആയതിനെ കേൾക്കുമ്പോ യോഗ്യ പുരുഷനാകുന്നല്ലോ വലുതൊന്നെടുത്തെടുത്തു ചെറുതൊന്നു തോളാക്കുന്നിട്ടു അണിയുടെ യാത്രയും കൈവടങ്ങുന്നു ഉണ്ണി മകൻ 28 നാൾ പേർവിളി അറിവിനെ കൂട്ടുവാൻ വഴി പോരുന്നല്ലോ ദേശത്തിൽ അഴകിയൊരു വലിയമ്മാവന്മാര് ചെറിയമ്മാവന്മാര് അമ്മായിമാര് വല്യച്ഛന്മാര് ഇളയച്ഛന്മാര് ജ്യേഷ്ഠന്മാരനുജന്മാര് മുത്തച്ഛന്മാര് മുത്തശ്ശിമാര് തനിക്ക് വേണ്ടുന്ന തന്നണങ്ങ് പൊന്നണങ്ങ് സന്ധുബന്ധുമിത്രാദികളെയൊക്കെ ഉണ്ണി മകൻ 28 നാളും പേർ വിളി അറിവിനെ കൂട്ടുന്നല്ലോ 4 വയൽപ്പക്കങ്ങളിലൂടെ ചെന്നു ഉണ്ണി മകന്റെ 28 നാൾ പേർ വിളി അറിവിനെ കൂട്ടി താനില്ലം തനയുടെ തറവാട്ടിങ്കലോടെ വഴിയാല വഴി ചെല്ലുമ്പോ അന്ന് വ്യാഴാഴ്ച സ്തമുന്നന്മാർക്ക് പിറ്റന്നാൾ വെള്ളിയാഴ്ച വെള്ളുദയം കൊള്ളുമ്പോൾ അറിയിച്ചു വന്നിന മഹാജനങ്ങളൊക്കെ വന്നു താനില്ലം തനയുടെ തറവാട്ടിങ്കലോടെ വന്നു നെയ്യോഗം തെളിയുന്നു അവരാകുന്നു ചെമ്പിട്ടരി വയ്ക്കുന്നു അരിക്കടുത്ത് ഓരോരോ കറി സാധനങ്ങളൊക്കെ കൊണ്ട് ചമച്ചൊരുക്കുന്നു ഒരു നേരത്ത് മാതാവാകുന്നു ഉണ്ണി മകനെ കുളി കുരുദേവാരിതങ്ങളും കഴിപ്പിച്ചു അകത്തില്ല മകശാലയോടെ കൊണ്ടു ചെല്ലുമ്പോൾ യോഗ്യാപുരുഷൻ തെക്കിനിയ മുറിയറ അടിതെളി ആലഭാരങ്ങളൊക്കെ കഴിച്ചു കാണുന്നല്ലോ വിളക്കുടനെ നിറപറ മണിവിളക്കാലെ ഒരുക്കുന്നു ആയതിൻ്റെ തിരുമുൻപാകെ ഗുരു ഗണപതി സരസ്വതി പീഠങ്ങളൊക്കെ ഒരുക്കി വച്ചു ആയതിൻ്റെ തിരുമുൻപാകെ വെള്ളവിൽ വെൺകൊട്ടത്തേങ്ങ ഉടൽ വാഴപ്പഴക്കനി വെള്ളുണ്ടം ശർക്കര നിവേദ്യങ്ങളെ കൊണ്ടൊരുക്കി വച്ചു ആയതിൻ്റെ തിരുമുൻപാകെ ചെന്നും വരയിരിക്കുമ്പോൾ മാതാവ് യോഗ്യ പുരുഷ നല്ലച്ഛനുടെ ഉന്മടിയിൽ ആട വിരിച്ചു കൂറ വിരിച്ചു പട്ടുപൂവാട കൊണ്ടു ഞെറിഞ്ഞു വിരിച്ചു അതിക്കുമീത് ഉണ്ണി മകൻ നന്മടക്കായി മലർത്തി കിടത്തുന്നു ഒരു നേരത്ത് യോഗ്യ പുരുഷനാകുന്നു മകന് അരിപൂജ പൂജിച്ചു തിരിപൂജ പൂജിച്ചു അരിമണി ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളെ കാട്ടി പൂജിച്ചു ചേഷ്ടയെ പുറം നീക്കി ശ്രീ ഭഗവതിയെ ആടി പാടി കൊണ്ടു കുടിവെച്ചു തിരുനാരായണ എന്നു ചൊല്ലി തിരുനെറുകയിൽ കയ്യും വെച്ചു വാഴയിലാ ചീന്തി നാണവും മറച്ചു ഉണ്ണി മകന്റെ ഇടം ചെകിട് വലം ചെകിട് കണ്ണിവെറ്റില കൊണ്ടു പുതപ്പിച്ചു ഇടം ചെകിടിൽ കരണമന്ത്രങ്ങളെ കൊണ്ടുപദേശിച്ചു വലം ചെകിടിൽ ഹരേ രാമ കൃഷ്ണ ഗോവിന്ദ മകനെ കോരു 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 എന്ന് 3 പേരും വിളിച്ചു ആയതു കേൾക്കുമ്പോൾ വെറ്റമ്മ മാതാവും വിളിച്ചു കാണുന്നല്ലോ അപ്പോഴായിരിക്കുന്നു വളതള കിങ്ങിണി മോതിരങ്ങളൊക്കെ കെട്ടി പേർ വിളിക്കേണ്ടുന്നവർ വന്നു വളതള കിങ്ങിണി മോതിരങ്ങളൊക്കെ കെട്ടി ഉണ്ണി മകനെ കോരു 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 എന്ന്
3 പേരും 30 കൂട്ടി വിളി വിളിക്കുന്നപ്പോ നേരത്ത് മകനുടെ 28 നാൾ പേർ വിളികളൊക്കെ കഴിഞ്ഞു കാണുന്നല്ലോ. 228 56 കഴിഞ്ഞു. 330 90 ദിനങ്ങളൊക്കെ കഴിഞ്ഞു പോരുന്നല്ലോ. അടിക്കിട്ടാറാകുന്ന മാസങ്ങളും കഴിഞ്ഞു. ഒന്നാകുന്നിളം വയസ്സിൽ മകന് മഞ്ഞ ചുറ്റാട കൊണ്ട് മറന്നുടിപ്പിച്ചു. ഈരാകുന്നിളം വയസ്സിൽ ഈരടി വച്ചു കളി തുടങ്ങി. വരാണ്ടെന്നിളം വയസ്സിൽ മുൻപല്ലഴക് ചൊല്ലഴക് വാക്കഴക് വാചാലഴക് വന്നു. 4-4 വയസ്സിൽ നടന്നോടി കളി തുടങ്ങുന്നല്ലോ. വയ്യരാണ്ടെന്നിളം വയസ്സിൽ ഇരുകാതിലും കടുക്കനും പേർത്തണയുന്നു. 6-7 ഇളം വയസ്സുകാലം പ്രായങ്ങളൊക്കെ ഇരടുക്കുമ്പോൾ പെറ്റമ്മ മാതാവ് യോഗ്യ പുരുഷ നല്ലച്ഛനെ വിളിച്ചു അരുളി ചെയ്യുന്നു മാതാവ്. അല്ലയോ യോഗ്യ പുരുഷ നല്ലച്ഛൻ നമ്മുടെ ഉണ്ണി മകന് 7-7 വയസ്സുകാലം പ്രായങ്ങളൊക്കെ ഇരടുത്തു. ആയത് കൊണ്ട് നമ്മളുടെ മകനെ നമ്മൾക്ക് പൊട്ടനാക്കി കൂട പോഷനാക്കി കൂട കുറഞ്ഞൂരു എണ്ണം കണക്ക് നിലത്തെഴുത്തു നിലവായന അക്ഷരാവിദ്യകളൊക്കുന്നു പഠിപ്പിച്ച മതിയാവുള്ളൂ. ആയതിനെ കൊണ്ടു ദേശത്തിനഴകിയോരു കളരി ഗുരുനാഥന്റെ അക്ഷര കളരിയിൽ ഒന്ന് മകനെ കൊണ്ടുപോയേ മതിയാവുള്ളൂ. കുറഞ്ഞൂരു അക്ഷരാവിദ്യകളൊക്കെ ഒന്ന് പഠിപ്പിച്ചേ മതിയാവുള്ളൂ. ആയതിനെ കേൾക്കുമ്പോൾ കോരു എന്ന മകനാകുന്നു. കുളികുറി ദേവാരിതങ്ങളൊക്കെ കഴിഞ്ഞു വരികുമ്പോൾ മാതാവാകുന്നു നീ മകനായിരിക്കുന്നല്ലോ. അന്നമൃത് ഭോജനങ്ങളൊക്കെ ഉണൊരുക്കുമ്പോൾ ആയതിൻ്റെ വലംഭാഗ ചെല്ലുന്നു. കോരു എന്ന മകനായിരിക്കുന്നു. അന്നമൃത ഭോജനങ്ങളൊക്കെ കഴിഞ്ഞു കാണുന്നു. കയ്യോടുവായി മുഖങ്ങളൊക്കെ ശുദ്ധിയും വരുത്തി പെറ്റിന മാതാവ് ചെറിയൊരു തൃക്കെട്ട് പാണ്ഡാരങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ യോഗ്യാപുരുഷ നല്ല അച്ഛനാകുന്നല്ലോ. തൃക്കെട്ട് പാണ്ഡാരങ്ങളൊക്കെ കൈവടങ്ങുന്നു. യോഗ്യാപുരുഷ നല്ലച്ഛനും ഉണ്ണി മകനും കൂടി മാതാവിനോടണിയുടെ യാത്രയും കൈവടങ്ങുന്നു. താനില്ലം തനയുടെ തറവാടും പടികടന്നു. ദേശത്തിനഴകിയൊരു കളരി ഗുരുനാഥന്റെ അക്ഷരാ കളരി നോക്കി വഴിയാല വഴി പോരുമ്പോൾ ഗുരുനാഥനുടെ അക്ഷരാ കളരിയോടെ വഴിയാല വഴി ചെല്ലുമ്പോ ഗുരുനാഥൻ 10-300 കുടീശാരുണ്ണി പുലമക്കളെ എഴുതിയും മോദിയും കാണാപാഠങ്ങളൊക്കെ വശമാക്കി അരയിരിക്കുമ്പോൾ കോരു എന്ന മകൾ ഗുരുനാഥനെ കാണുമ്പോൾ ഗുരുനാഥന്റെ പാദം തൊട്ട് വന്ദന കഴിയുമ്പോൾ ഗുരുനാഥനും ചോദിച്ചു മോനെ എന്തിനെ കൊണ്ടേതിനെ കൊണ്ടാണ് ഇവിടെ വന്ന ഒരു കാര്യം എന്താകുന്നു. ഇതിനെ കേൾക്കുന്ന ഒരു നേരത്ത് യോഗ്യാപുരുഷനും പറഞ്ഞു കേട്ടുകൊണ്ടാലും ഗുരുനാഥ പേരും പെരുമയും കീർത്തിയുള്ള ഒരു ഗുരുനാഥൻ നിങ്ങളാണെന്ന് കേട്ടു. ആയതുകൊണ്ട് ഗുരുനാഥന്റെ വലം കയ്യാലെ എന്നുടെ മകന് കുറഞ്ഞു ഒരു വണ്ണം അക്ഷരാവിദ്യകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് വശമാക്കിയേ മതിയാവുള്ളൂ. ഇതിനെ കേൾക്കുമ്പോൾ അക്ഷരാവിദ്യ പഠിക്കുവാൻ വന്നൊരു മകനെന്ന് കേൾക്കുമ്പോൾ മകനോടും പറഞ്ഞു കുളികുറി ദേവാരിതങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു വായോ മകനെ. ആയതോ കേൾക്കുമ്പോൾ കോരു എന്ന മകനാകുന്നു. കുളികുറി ദേവാരിതങ്ങളൊക്കെ കഴിഞ്ഞു വരികുന്നല്ലോ. കളരി ഭൂമുഖത്തിന്റെ ആദിമുന്നം കിഴക്കും ചെല്ലു വഴിയാല വഴി ചെല്ലുമ്പോൾ അപ്പോഴായിരിക്കുന്നു ഗുരുനാഥൻ കോരു എന്ന മകനെ കളരി ഭൂമുഖത്തിന്റെ ആദിമുന്നം കിഴക്ക് കൊണ്ട് തിരിച്ചും അരയിരുത്തി പടിഞ്ഞാറോട്ടോട് നോക്കി തിരിച്ചരയിരുത്തുന്നല്ലോ. ഗുരുനാഥൻ ആദിമുന്നം കിഴക്കും തിരിഞ്ഞും അരയിരുന്നു. ആരിയും തരിമണൽ കൊണ്ട് തട്ടി കടം പിരിച്ചു. ഉണ്ണി മകന്റെ പെരുവിരലും ചൂണ്ടുവിരലും കൂട്ടി പിടിച്ചു. ആയതിനകത്തായിരിക്കുന്നു പൊന്നരി താലത്തിൽ കൊണ്ട് ഹരിശ്രീ ഗണപതയെ നമായ 9 അക്ഷരങ്ങളൊക്കെ കുറിച്ചു കൊടുക്കുമ്പോ കോരു എന്ന മകൾ ഹരിശ്രീ ഗണപതയെ നമായ 9 അക്ഷരങ്ങളൊക്കെ എഴുതിയും ഓതിയും കാണാപാഠങ്ങളൊക്കെ വശമാക്കുന്നു. ഒരു നേരത്ത് അപ്പോഴായിരിക്കും തൃക്കെട്ട് പാണ്ഡാരങ്ങളൊക്കെ തുടഴിക്കുന്നു. ഗുരുനാഥനായിരിക്കുന്നല്ലോ.
ചെറിയുള്ളറക്കങ്ക വലിയുള്ളറക്കങ്ക നിലത്തെഴുത്ത് നിലവായന തിട്ടൂരം തിരുവെഴുത്ത് മുണ്ടോല മുറിയോല കാരയോലകളൊക്കെ വരച്ചു വശമാകുന്നു ഒരു നേരത്ത് കോരു എന്ന മകനായിരിക്കുന്നല്ലോ. തൃശിവ പേരൂർ മൂന്ന് മൂർത്തികളെ കൊണ്ടും തിരുവഞ്ചി കുളത്തപ്പൻ ശ്രീ മഹാദേവനെ കൊണ്ടും തൃശിവ പേരൂർ മൂന്ന് മൂർത്തികളെ കൊണ്ടും കൊടുങ്ങല്ലൂരമ്മ ശ്രീ ഭദ്രകാളിയെ കൊണ്ടും പഴനിയില്ലാണ്ടവനെ കൊണ്ടുള്ളൊരു കവിയോട് ചിന്തുപുരാണങ്ങളൊക്കെ ഉറക്കത്തിലുള്ള ഒരു സിന്ധുരാഗങ്ങളൊക്കെ എഴുതിയും മോദിയും കാണാ പാഠങ്ങളൊക്കെ വെവ്വേറെ വെവ്വേറെ കോരു എന്ന മകനും പഠിച്ചു വശമാകുന്ന ഒരു നേരത്ത് ഏറിയൊരു നാളുകളൊക്കെ കഴിഞ്ഞു പോരുമ്പോൾ ഗുരുനാഥനായിരിക്കുന്നു. ഗുരുദക്ഷിണയും കൊടുക്കുന്നു. ഗുരുനാഥനോടണിയുടെ യാത്രയും കൈവഴങ്ങുന്നു. എങ്കിലോ ഗുരുനാഥ എനിക്കാകുന്നു എൻ്റെ താനില്ലം തന്നയുടെ തറവാട്ടിങ്കലോട് ഒന്ന് നിമുരം വഴി ചെല്ലണം. അച്ഛനമ്മ മാതാവിനെ ഒന്ന് കാണണം. ആയതിനെ കേൾക്കുമ്പോൾ ഗുരുനാഥനും പറഞ്ഞു എങ്കിലോ മകനെ നിന്നോട് ഇഷ്ടം പോലെയാകട്ടെ. ആയതിനെ കേൾക്കുമ്പോൾ ഗുരുനാഥൻ കോരു എന്ന മകന് ആശീർവാദങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഗുരുനാഥനോടും 10-300 കൂടി ശിഷ്യാരുണ്ണി പുനമക്കളോടും അണികൊടു യാത്രകളൊക്കെ കൈവഴങ്ങി കോരു എന്ന മകൾ ഗുരുനാഥന്റെ അക്ഷരാകളരിയിൽ നിന്നും താനില്ലം തനയുടെ തറവാടും നോക്കി വഴിയാല വഴി പോരുമ്പോ അപ്പോഴാകുന്നല്ലോ താൻ പിറന്നിര താനില്ലം തനയുടെ തറവാട്ടിങ്കിൽ താഴത്തു പറമ്പിൽ വാടുന്ന താനില്ലം തനയുടെ തറവാട്ടിങ്കിലൂടെ ചെല്ലുന്ന ഒരു നേരത്ത് പെറ്റമ്മ മാതാവ് മകനെ കാണുമ്പോൾ പറഞ്ഞു മകനെ നീ അക്ഷരാവിദ്യകളൊക്കെ പഠിക്കുവാൻ പോയിട്ട് നിന്റെ മേനിയാകെ പാടുറഞ്ഞു പോയി മകനെ. ആയതുകൊണ്ടു നീ കുറി ദേവാരിതങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു വരികയാണ് അമ്മ. നിനക്ക് കുറഞ്ഞൊരു അന്നമൃത് ഭോജനങ്ങളൊക്കെ ഊണൊരുക്കാം. ആയതോ കേൾക്കുമ്പോൾ കൂരു എന്ന മകൻ കുറി ദേവാരിതങ്ങളൊക്കെ കഴിഞ്ഞു വരികുമ്പോൾ മാതാവ് 5 രസക്കറി മോരിനാലെ ഊണൊരുക്കുന്നു. ആയതിന്റെ തിരുമുൻപാകയും ചെല്ലുന്നു കോരു എന്ന മകനായിരിക്കും നല്ല കുറഞ്ഞോര് അന്നമൃത ഭോജനങ്ങളൊക്കെ കഴിക്കുന്നു. കയ്യോടുവായി മുഖങ്ങളൊക്കെ ശുദ്ധിയും വരുത്തുന്നു. കാറ്റടിച്ചൂറുന്നിന കളിമണി തിണ്ണ മുകളേറിയ യോഗ്യാപുരുഷ നല്ലച്ഛനും മകനും കൂടി അറിയിരിക്കുമ്പോൾ മാതാവും പറഞ്ഞു കാണുന്നു എങ്കിലോ മകനെ നീ പഠിച്ചുറച്ചുള്ളൊരു അക്ഷരാവിദ്യകളൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം മകനെ. അച്ഛനമ്മ മാതാവൊന്നു കേൾക്കട്ടെ. ആയതിനെ കേൾക്കുമ്പോൾ കോരു എന്ന മകനാകുന്നല്ലോ. പഠിച്ചുറച്ചുള്ള അക്ഷരാവിദ്യകളൊക്കെ അച്ഛനമ്മ മാതാവിനെ പാടിയും പറഞ്ഞും കേൾപ്പിക്കുന്നു. ഒരു നേരത്ത് അച്ഛനമ്മ മാതാവ് കേട്ടു സന്തോഷം കൊണ്ടറിയിക്കുന്നു. ഒരു നേരത്ത് ഏറിയ കാലങ്ങളും ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോരുന്നു. ഒരു കാലത്ത് മകനായിരിക്കുന്നു 19 ഇളം വയസ്സുകാല പ്രായങ്ങളൊക്കെ വന്നീരെടുക്കുമ്പോൾ കോരു എന്ന മകനാകുന്നു. അച്ഛനമ്മ മാതാവിനെ വിളിച്ചു അരുളി ചെയ്യുമ്പോൾ എങ്കിലോ എൻ്റെ പെറ്റമ്മ മാതാവേ എനിക്കിതിനെ കൊണ്ടൊന്നും മതിയായെങ്കിൽ മതി പോലില്ല. എനിക്കായിരിക്കുന്നു മലയാളം വിട്ടൊന്ന് പരദേശത്തോടെ വഴി പോകണം. കുറഞ്ഞൊരു 4 മൂലം മടപതി മന്ത്രതന്ത്ര സേവാർത്ഥങ്ങളൊക്കെ എനിക്കൊന്ന് പഠിച്ചുറച്ച മതിയാവുള്ളൂ. ആയതിനെ കേൾക്കുമ്പോൾ പെറ്റമ്മ മാതാവും പറഞ്ഞു മകനെ നമ്മുടെ താനില്ലം തനിയുടെ തറവാട്ടിൽ ആരും തന്നെ മന്ത്രസേവാർത്ഥങ്ങളൊന്നും പഠിച്ചോരില്ല മകനെ. നമ്മൾക്ക് നമ്മളുടെ കുലത്തൊഴിൽ അഴകാകുന്നടാ മകനെ. ആയതിനെ കേൾക്കുമ്പോൾ കോരു എന്ന മകനും പറഞ്ഞു ആയതൊന്നും പറഞ്ഞാലൊട്ടും അഴകല്ല അച്ഛനമ്മ മാതാവേ. അച്ഛനമ്മ മാതാവിന്റെ തൃപ്പാദം തൊട്ട് വന്ദനയും കഴിഞ്ഞ് മകനും പറഞ്ഞു ഞാനായിരിക്കുന്നു മലയാളം വിട്ട് പരദേശത്ത് പോകാതിരിക്കില്ല. കുറഞ്ഞൊരു 4 മൂലം മടപതി മന്ത്രതന്ത്ര സേവാർത്ഥങ്ങളൊക്കെ എനിക്കൊന്ന് പഠിച്ചുറച്ചേ മതിയാവുള്ളൂ. ഇതിനെ കേൾക്കുന്നു. ഒരു നേരത്ത് പെറ്റമ്മ മാതാവ് ചെറിയൊരു തൃക്കെട്ട് ഭാണ്ഡാരമാക്കി ഒരുക്കിയെടുക്കുന്നല്ലോ. അപ്പോഴാകുന്നു കോരു എന്ന മകൾ തൃക്കെട്ട് ഭാണ്ഡാരങ്ങളൊക്കെ എടുത്തേറ്റുന്നു. യോഗ്യാപുരുഷ നല്ലച്ഛനുടെ വലം കയ്യാലെ കുറഞ്ഞൊരു പൊന്നാണയങ്ങളൊക്കെ കൈവഴങ്ങുന്നല്ലോ. അച്ഛനമ്മ മാതാവിനോട് അണിവുടെ യാത്രകളും കൈവഴങ്ങുന്നു. താനില്ലം തനയുടെ തറവാടും പടിയുടെ കടന്നു.
പുറനാട്ടുവരാദേശങ്ങളൊക്കെ ഇടകടന്നു വഴിയാലെ വഴി പോരുന്ന മകനാണ്. അവിടെ നിന്നായിരിക്കുന്ന മകനാകുന്നല്ലോ മുതുവറ ദേശത്തോടെ വഴിയെല്ലുന്നല്ലോ ശ്രീ മഹാദേവനെ കണ്ടു. ഇരുകൈ കൂപ്പി തൊഴുതു വന്ദനയും കഴിഞ്ഞു. വൈകുണ്ഠനാഥനെയും കാണുന്നല്ലോ. ഇരുകൈ കൂപ്പി തൊഴുതു വന്ദനയും കഴിയുന്നല്ലോ. അവിടെ നിന്നും മുരുകനെ വഴി പോരുന്നു. പുഴയ്ക്കൽ ദേശങ്ങളൊക്കെ ഇടകടന്നു പോരുന്നു. ഒരു നേരത്ത് തൃശ്ശിവപേരൂർ നാടും നാട്ടകത്തോടെ വഴിയാല വഴി ചെല്ലുമ്പോൾ വടക്കുന്നാഥനപ്പനെ കണ്ടു. തൊഴുതു വന്ദന കഴിയുന്നല്ലോ. ചെമ്പൂകാവിലും തൊഴുതു വന്ദനയും കഴിയുന്നു. പാറമേക്കാവിലും തൊഴുതു വന്ദനയും കഴിയുന്നല്ലോ. തിരുവമ്പാടിയിൽ ഉണ്ണീയ കണ്ണനെ കണ്ട തൊഴുതു വന്ദനയും കഴിയുന്നു. അവിടെ നിന്നും മുരുകനെ വഴിയാലെ വഴി പോരുന്നല്ലോ. കാളത്തോട് ദേശങ്ങളൊക്കെ ഇടകടന്നു. മണ്ണൂത്തി ദേശത്തോടെ വഴിയാലെ വഴി ചെല്ലുന്നു. ഒരു നേരത്ത് പട്ടിക്കാട് ദേശത്തോടെ ചെല്ലുന്ന ഒരു നേരത്ത് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർ കാവിലമ്മ ഭഗവതിയെയും തൊഴുതു വന്ദനയും കഴിയുന്നു. പാളവഞ്ചേരി ദേശങ്ങളൊക്കെ ഇടകടന്നു. ഒഴുക്കൻപാറ കടന്നു. വഴുക്കൻപാറ കടന്നു. അവിടെ നിന്നും മുരുകനെ വഴിയാല വഴി പോരുന്ന മകനാകുന്നല്ലോ. കുതിരാൻ മലയിൽ അഴകിയോരു ശാസ്താവിന്റെ തിരുനടയോടെ വഴിയാല വഴി ചെല്ലുന്നല്ലോ. തൃക്കെട്ട് പാണ്ഡാരങ്ങളൊക്കെ കൊണ്ട് കീഴിറക്കി വയ്ക്കുന്നു. ഭണ്ഡാരത്തിൽ പൊൻപണാനിട്ടു തൊഴുതു ശാസ്താവിന് വേണ്ടുന്ന ഒരു അഴകിയോരു നേർച്ച വഴിപാടുകളൊക്കെ ചെയ്തൊഴിയുന്നല്ലോ. അവിടെ നിന്നായിരിക്കുന്നു മുരുകനെ തൃക്കെട്ട് പാണ്ഡാരങ്ങളൊക്കെ എടുത്തേറ്റുന്നു. മലയാളം വിട്ടു പരദേശം നോക്കി വഴിയാല വഴി പോരുമ്പോ അപ്പോൾ ഗോരു എന്ന മകനാകുന്നല്ലോ പരദേശത്തോടെ വഴിയാല വഴി ചെല്ലുന്നു. ഒരു നേരത്ത് പരദേശത്തുകാരനെ കാണുമ്പോൾ ചോദിച്ചു, അല്ലയോ എൻ്റെ പരദേശത്തുകാരാ, ഇവിടേക്ക് തെളിഞ്ഞോരു 4 മഠങ്ങളിൽ തെളിഞ്ഞോരു മഠം ഏതാകുന്നു? ആയതിനെ കേൾക്കുമ്പോ പരദേശത്തുകാരനും പറഞ്ഞു, കേട്ടിട്ടില്ലടാ മകനെ, പാലൂര് പറവൂര് പത്താഴക്കോട് ചെറുചിറ്റാപുരം കാശി രാമേശ്വരം കല്ലടിഞ്ഞ കടവാരം കല്ലടിക്കോടെന്ന് കേട്ടിട്ടില്ല മകന്? അവിടെ പോയെന്ന് വന്നാൽ ഉറഞ്ഞൂറ് നാലല്ലോ മൂലം മഠപതി. മന്ത്രസേവാർത്ഥങ്ങളൊക്കെ പഠിച്ചുറയ്ക്കുവാനൊട്ടൊരു കുറ്റം കുറവില്ല മകന്. ഇതിനെ കേൾക്കുമ്പോ കോരു എന്ന മകനാകുന്നല്ലോ പരദേശത്തുകാരോടണികൂട് യാത്രകളൊക്കെ കൈവഴങ്ങുന്നു. അവിടെ നിന്നും വഴിയാല വഴി പോരുമ്പോ അങ്ങേരം പാലൂർ സ്വാമിയാരുടെ ഒരു മഠത്തോടെ വഴിയാല വഴി ചെല്ലുമ്പോൾ സ്വാമിയാരാകുന്നു മകനെ കാണുമ്പോൾ ചോദിച്ചു, മകനെ നീ എങ്ങുനിന്നും വഴി വരുന്നു? എവിടേക്ക് വഴി പോകുന്നു? നിന്റെ നാട് ഏതാണ്? വീട് ഏതാണ്? മകൻ ഇവിടെ വന്നൊരു കാര്യം എന്താകുന്നു? അപ്പോ ഗോരു എന്ന മകനും പറഞ്ഞു, കേട്ടാലും സ്വാമിയാരെ, ഞാനാകുന്നു മലയാളം ദേശം പുറനാട്ടുകര ദേശത്ത് താളത്തു പറമ്പിൽ വാഴുന്ന താനില്ലം തനയുടെ തറവാട്ടിൽ നിന്നും വഴി പോരുന്നു. കോരു എന്നുള്ളൊരു തിരുനാമ പേര് എനിക്കാകുന്നു സ്വാമിയാരെ. ഇതിനെ കൊണ്ട് എനിക്കാകുന്നല്ലോ കുറഞ്ഞൊരു നാലല്ലോ മൂലം മഠപതി. മന്ത്രസേവാർത്ഥങ്ങളൊക്കെ എനിക്കൊന്ന് പഠിച്ചുറയ്ക്കണം. ആയതുകൊണ്ടു ആദ്യത്തെ മഠപതി ഇവിടെ നിന്നാകട്ടെ ഗുരുനാഥ എന്നരുളി ചെയ്യുമ്പോ ഇതിനെ കേൾക്കുമ്പോ ഗുരുനാഥനും പറഞ്ഞു, എങ്കിലോ മകനെ കുളി ഗുരുദേവാരിതങ്ങളൊക്കെ കഴിഞ്ഞു വരികയാണ്. ഇതിനെ കേൾക്കുന്നു. ഒരു നേരത്ത് ഗുരു എന്ന മകനാകുന്നല്ലോ കുളി ഗുരുദേവാരിതങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ സ്വാമിയാരാകുന്നു വൈങ്കോലി പടക്കൊട്ടില് തട്ടി താഴ് തുറന്നു. 8 പലകയുള്ള മൂലമണി ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ചു പൊടി തുടച്ചു പറഞ്ഞു വായിച്ചു നോക്കുന്നു. ഒരു നേരത്ത് ദൈവം 4, ഗണപതി 2, ഓരുടെ ബ്രഹ്മൻ, ബ്രഹ്മരക്ഷസ്, വേട്ടയ്ക്കടകിയ വേട്ടയ്ക്കൊരു മകൻ, അന്തിമഹാകാളൻ, തുള്ളക്കാളി, കൊടുങ്കാളി, വല്ലസുരൻകാളി, വീരഭദ്രൻകാളി, കരിങ്കാളി, കൊടുങ്കാളി, ശ്രീഭദ്രകാളി, ഇവരെ കൊണ്ടുള്ളൊരു ചക്രം ചടങ്ങ് മൂലങ്ങളൊക്കെ ഓരോരോ മന്ത്രാന്തോപദേശങ്ങളൊക്കെ ഗുരു എന്ന മകനും പഠിച്ചുറച്ചു കാണുന്നല്ലോ. അപ്പോഴായിരിക്കുന്നു ഗുരുനാഥന് വേണ്ടുന്ന ഗുരുദക്ഷിണയും കൊടുത്ത് പഠിച്ചുറച്ചുള്ളോലും മൂലമണി ഗ്രന്ഥങ്ങളൊക്കെ തൃക്കെട്ട് പാണ്ഡാരമാക്കി ഒരുക്കിയെടുത്തു. ഗുരുനാഥനോട് പറഞ്ഞു, എങ്കിലോ ഗുരുനാഥ, എനിക്കിതിനെ കൊണ്ടൊന്നും മതിയായെങ്കിൽ മതി പോലില്ല, എനിക്കായിരിക്കുന്നല്ലോ
ഭസ്മക്കോട്ടിലാണ് ഗുരുസ്വാമിയാരുടെ ഗുരുമഠത്തോടെ എനിക്കൊന്ന് വഴി പോകണം എന്നും പറഞ്ഞു കോരു എന്ന മകൾ അണിമുട് യാത്രകളൊക്കെ കൈവഴങ്ങി അവിടെ നിന്നും വഴി പോരുമ്പോ അപ്പോഴായിരിക്കുന്നു ഭസ്മക്കോട്ടിലാണ് ഗുരുസ്വാമിയാരുടെ ഗുരുമഠത്തോടെ വഴി ചെല്ലുമ്പോൾ സ്വാമിയാരാകുന്നു മകനെ കാണുന്നു. ഒരു നേരത്ത് ഏട്ടുപലകയുള്ള മൂലമണി ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു പൊട്ടിച്ചു, പൊടിയുടച്ചു പറഞ്ഞു വായിച്ചു. ഭസ്മം നനച്ചു തൊടുവാനും നനയ്ക്കാതെ തൊടുവാനും, ഉത്തമത്തിൽ കുറി വരയ്ക്കുവാനും അധർമ്മത്തിൽ കുറി വരയ്ക്കുവാനും, പഞ്ചാക്ഷരം ജപിച്ചു കുറി വരയ്ക്കുവാനും, അടിമുടി ഭസ്മം മാസകലം വാരി പൂശുവാനും, കല്ലിന്മേൽ മന്ത്രം കടവത്ത് മന്ത്രം ഗംഗയെ ഉണർത്തി കുളിക്കുവാനുള്ള ഒരു മന്ത്രതന്ത്രോപദേശങ്ങളൊക്കെ വെവ്വേറെ വെവ്വേറെ ഗുരു എന്ന മകനും പഠിച്ചുറച്ചു വശമാക്കുന്നു. ഗുരുനാഥനെ ഗുരുദക്ഷിണയും കൊടുത്തു ഗുരുനാഥനോടും പറഞ്ഞു, എങ്കിലോ ഗുരുനാഥ എനിക്കിതിനെ കൊണ്ടൊന്നും മതിയായെങ്കിൽ മതി പോരില്ല. എനിക്കായിരിക്കുന്നു അച്ഛൻ്റെ മകനായിരിക്കുന്നുല്ലോ. വീരഭദ്രനെ കുറിച്ചുള്ളൊരു മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിച്ചുറയ്ക്കണം. ആയതുമല്ല പൊന്നുണ്ണി വിഷ്ണുമായി എനിക്കൊന്ന് സേവാർത്ഥം കഴിക്കണം. ആദിമാൻകുട്ടി കരിങ്കുട്ടി പൊന്നാരം കരിങ്കുട്ടി എനിക്കൊന്ന് സേവാർത്ഥങ്ങളൊന്ന് കഴിച്ചേ മതിയാവുള്ളൂ. പറക്കുട്ടി എനിക്കൊന്ന് സേവാർത്ഥം കഴിച്ച മതിയാവുള്ളൂ ഗുരുനാഥ എന്നും പറഞ്ഞ് ഗുരുനാഥനോടെ ഇവിടെ യാത്രകളൊക്കെ കൈവടങ്ങുന്നു. അവിടെ നിന്നും കല്ലടിഞ്ഞ കടവാരം കല്ലടിക്കോടൊറ്റ മുലച്ചി മാതാവിന്റെ ഐങ്കോലി പടകൊട്ടു നോക്കി വഴിയാല വഴി പോരുമ്പോ നേരത്തായിരിക്കുന്നല്ലോ മകനാകുന്നല്ലോ കല്ലടിഞ്ഞ കടവാരം കല്ലടിക്കോടൊറ്റ മുലച്ചി മാതാവിന്റെ ഇരുമ്പഴി പോർമാടകത്തോടെ വഴി ചെല്ലുന്നു. ഒരു നേരത്ത് ഇരുമ്പഴി പോർമാടകം അടഞ്ഞു കിടക്കുന്നത് കാണുന്നു. ഒരു നേരത്ത് മകനായിരിക്കുന്നു തൃക്കെട്ട് പാണ്ഡാരം എടുത്തുടഴിച്ചു മലയാള ശങ്കെടുത്തു തിരുനാഥം മുഴക്കുന്നു. ഒരു നേരത്ത് ഒറ്റമുലച്ചി മാതാവായിരിക്കുന്നല്ലോ. ഏഴാംകൂർ തമ്പുരാക്കന്മാർക്കും മൂന്നാംകൂർ തമ്പുരാക്കന്മാർക്കും നട്ടിരുന്നു. ഒരു കാറ്റുമുടി നിമുരം മേൽപോട്ടേക്ക് കൊടുക്കുന്നു. ഒരു നേരത്ത് മലയാള ശങ്കിരനാഥം കേൾക്കുമ്പോൾ ഒറ്റമുലച്ചി മാതാവായിരിക്കുന്നു. മകനുടെ തിരുമുൻപാകം ഒന്ന് ചോദിച്ചു, എന്തിനെ കൊണ്ടാണ് മകൻ ഇവിടെ വന്ന് മലയാള ശങ്കെടുത്തൊരുനാഥം മുഴക്കിയ ഒരു കാര്യം എന്താകുന്നു? അപ്പോൾ പറഞ്ഞു കാണുന്നല്ലിരിക്കുന്നു കുറഞ്ഞൊരു നാലല്ലോ വണ്ണം മൂലം മടപതി മന്ത്രസേവാർത്ഥങ്ങളൊക്കെ എനിക്കൊന്ന് പഠിച്ചുറയ്ക്കണം മാതാവേ. ആയതിനെ കേൾക്കുമ്പോൾ ഒറ്റമുലച്ചി മാതാവും പറഞ്ഞു, മകനെ എന്നുടെ ഐങ്കോലി പടക്കൊട്ട് തട്ടി തുറക്കുന്നു. ഒരു നേരത്ത് പേടിക്കരുത് മകനെ, ഭയപ്പെട്ടു പോകരുത്. ആയതിനെ കേൾക്കുമ്പോൾ മകനും പറഞ്ഞ് പേടിക്കുന്ന മകനും ഭയപ്പെടുന്ന മകനും ഞാനല്ല മാതാവേ. ആയതിനെ കേൾക്കുന്നു. ഒരു നേരത്ത് ഒറ്റമുലച്ചി മാതാവായിരിക്കുന്നു. ഐങ്കോലി പടക്കൊട്ട് തട്ടി തുറക്കുന്നു. ഒരു നേരത്ത് മകനൊട്ടും തന്നെ പേടിക്കാതെ കാണുമ്പോൾ ഒറ്റമുലച്ചി മാതാവായിരിക്കുന്നു. ഏട്ടുപലകയുള്ള മൂലമണി ഗ്രന്ഥങ്ങളൊക്കെ പൊട്ടിച്ചു പൊടിയുടച്ചു പോഞ്ഞു വായിച്ചു നോക്കുമ്പോൾ ദൈവം 4, ഗണപതി 2, ഓരുടെ ബ്രഹ്മൻ ബ്രഹ്മരക്ഷസ് വേട്ടയ്ക്കടകിയ വേട്ടയ്ക്ക് ഒരു മകൻ അന്തിമഹാകാളൻ തുള്ളക്കാളി കൊടുങ്കാളി വല്ലസുരൻകാളി വീരഭദ്രൻകാളി കരിങ്കാളി കൊടുങ്കാളി ശ്രീ ഭദ്രകാളി പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെയും ആദിമാൻ കരിങ്കുട്ടി സ്വാമിയെയും പറക്കുട്ടിയെയും കൊണ്ടുള്ള ഒരു മാലമന്ത്രങ്ങൾ മൂലമന്ത്രങ്ങളൊക്കെ മകനും വെവ്വേറെ വെവ്വേറെ പഠിച്ചു വശമാക്കുന്നല്ലോ. അപ്പോഴായിരിക്കുന്നു ഒറ്റമുലച്ചി മാതാവും കോരു എന്ന മകനും കൂടി പുസ്തോലകുതോളത്തിലൂടെ ചെന്ന് വഴിയാല വഴി ചെല്ലുന്നു. ഒരു നേരത്ത് ഓരുടനെ മുങ്ങിയനി വരുമ്പോൾ ഓരാർത്ഥം മന്ത്രങ്ങളൊക്കെ വെവ്വേറെ വെവ്വേറെ പഠിച്ചുറയ്ക്കുന്നല്ലോ. ഈരുടനെ മുങ്ങുന്നു. ഒരു നേരത്ത് ഈരുടനെ മന്ത്രങ്ങളെ കൊണ്ട് വെവ്വേറെ വെവ്വേറെ പഠിച്ചുറയ്ക്കുന്നു. മൂന്നുടനെ മുങ്ങിനി വരുന്നു. ഒരു നേരത്ത് 21,000 സേവാർത്ഥങ്ങളെ കൊണ്ട് കരുവാടി പിടിച്ചുറച്ചു കാണുന്നു. ഒരു നേരത്ത് ഒറ്റമുലച്ചി മാതാവിന് വേണ്ടുന്ന പട്ടും വളസമ്മാനങ്ങളും ഗുരുദക്ഷിണയാല കൊടുക്കുന്നു. ഒരു നേരത്ത് ഒറ്റമുലച്ചി മാതാവും പറഞ്ഞു, മകനെ നീ ഇവിടെ നിന്നും പഠിച്ചുറച്ചു കൊണ്ടുപോകുന്നോര് മന്ത്രതന്ത്ര വിദ്യകളൊക്കെ നിന്നുടെ താനില്ലം തന്നെ വാട്ടിങ്ങളോടെ കൊണ്ട് കുടിവെച്ചെന്ന് വന്നാല് നീയായിരിക്കുന്നു മകനെ കല്ലടിഞ്ഞ കടവാരം കല്ലടിക്കോട് വാഴുന്ന ഒറ്റമുലച്ചി മാതാവ് നീയായിരിക്കുന്നല്ലോ. കോഴി വെട്ടി ഗുരുധർമ്മങ്ങളൊക്കെ ചെയ്തെന്ന് വന്നാല് നീ നിനച്ച ഇവിടെ ഞാൻ വന്നിരിക്കേണ്ട മകനെ എന്നും പറയുന്നു. ഒരു നേരത്ത് കോരു എന്ന മകനായിരിക്കുന്നല്ലോ.
ഒറ്റമുറച്ച് മാതാവിനോട് അണിവുടെ യാത്രകളൊക്കെ വഴങ്ങുന്നു. പരദേശത്തുനിന്നും മലയാളം ദേശം താൻ പിറന്നിനതാനില്ലം തനയുടെ ഉറവാടും നോക്കി വഴിയാല വഴി പോരുന്ന നേരത്തപ്പോ വരിക 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 വായന്റെ വരിക ദൈവേ എഴുന്നള്ളിട്ട് നല്ല വിളിയൊന്നു കേട്ടു വരിക സേവാമടവതി മുത്തച്ചേ വരിക 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 വായന്റെ വരിക ദൈവേ വിളിയറ കേട്ട് വരിക സേവാമടവതി മുത്തച്ചോ കല്ലടഞ്ഞ വിടോ നല്ല കല്ലടി കൊണ്ടുപോയി സേവാർത്ഥം കഴിച്ചിട്ടാണ് താഴത്തെ പറമ്പില് അഴകിയ തറവാട്ടില് എഴുന്നള്ളി വഴി പോരുമ്പോ കല്ലടി പോയി സേവാസം പഠിച്ചിട്ടാണ് തലയുടെ വാട്ടിയില് സേവാസം പിടി വെക്കുന്നു ദേശത്തിനകിയ വിശ്വകർമാവിന് ആളയ ചുവരുത്തിട്ടാണ് കാവം മുല്ലത്തറയും അങ്കോലി പടകൊള്ളു വിട്ടിയും പണിയുന്നുണ്ട് ദേശത്തണകിയ വിശ്വകർമാവിനെ ആളഴച്ച് വരുത്തുമ്പോഴേ ഓരോരോ നല്ല ശ്രീപീഠങ്ങളുണ്ട് പണിതൊരുക്കി മുത്തച്ചോ പട്ടപീഠം പണിതോ മുക്കൊണ്ടിടം പണിതോ ചതുരപീഠം പണിയുമ്പോ ഓരോരോ നല്ല പീഠങ്ങളെ കൊണ്ട് പണിതൊരുക്കിയിട്ടാണ് ചതുരപീഠങ്ങള് പണിതൊരുക്കുന്നല്ലോ പുനരുവാനായിട്ടോ 7.5 നാഴികമല്ല വിളപ്പുള്ള സമയത്താണ് കല്ലും കടവും ഉണർത്തി കുളിച്ചു വന്നുവല്ലോ മടവതി മുത്തച്ഛനാണ് 7.5 നാഴികമാണ് വെളിവുള്ള സമയം അടിയിൽ നിന്നു നല്ല മുടിയിലോളമാണ് പൊടിഭസ്മം ധരിച്ചിട്ടല്ലേ ഓരോരോ നല്ല മൂർത്തിമാരെ കൊണ്ട് കുടിവയ്ക്കാൻ തുടങ്ങുന്നുണ്ട് അടിയുമ്മേ തൊട്ട് മുടിയിലോളമാണ് പൊടിഭസ്മം ധരിച്ചു മകനെ വാർത്തങ്ങളെ കൊണ്ട് കുടിവയ്ക്കാൻ തുടങ്ങുമ്പോളേ പരദേശത്തോ നിന്നോ കൊണ്ടുപോകരുതല്ല കരിമട കെട്ടഴുതിട്ടാണ് ഓരോരോ നല്ല മൂർത്തിമാരെ കൊണ്ട് ആവാഹിച്ചു മുത്തച്ചോ പരദേശത്ത് നിന്ന് കൊണ്ടുപോകുന്ന നല്ല കരിമട കെട്ടെടുത്തു ഗണപതി ഹോമം കൂട്ടി പഞ്ചകലശമാടി മടവതി മുത്തച്ഛനാണ് അമ്മ ഭഗവതിയാണ് ഉത്തമത്തില് കൊണ്ട് കുടിവയ്ക്കാൻ തുടങ്ങുന്നുണ്ട് മുറ്റത്തെ നല്ലൊരു മുല്ലത്തറയിലും നല്ല
നല്ല കണ്ണാടി ബിംബത്തില് അമ്മ ഭഗവതിയാളെ ഉത്തമത്തില് കൊണ്ട് കുടിവച്ചല്ലോ മുത്തച്ചോ നടുമുറ്റത്ത് നല്ല മുല്ലത്തറയിലാണ് കണ്ണാടി ബിംബത്തിലെ അതിലൂടെ മലരാണ് ശർക്കര പായസങ്ങൾ നീവേക്കും കൊടുത്തിട്ടാണ് അമ്മ ഭഗവതിയാളെ ഉത്തമത്തിലെ കൊണ്ട് കുടിവച്ചല്ലോ മുത്തച്ചോ ഹരിപൂജ നല്ല ഗുരുപൂജകള് ചെയ്തല്ലോ മുത്തച്ചോ ശക്തി പൂജകള് ചക്രപൂജകള് ചെയ്തല്ലോ മുത്തച്ചോ ഹരിപൂജ നല്ല ഗുരുപൂജകള് ചെയ്തൊഴിയുമ്പോഴേ ശക്തി പൂജകള് ചെയ്തൊഴിഞ്ഞല്ലോ മടവതി മുത്തച്ഛനെ ഹരിപൂജ നല്ല ഗുരുപൂജകള് ചെയ്തൊഴിയുമ്പോഴേ അങ്കോലി എന്ന പടകൊള്ളിങ്കല് തുള്ളിച്ചാടി മകനെ നല്ല ഗുരുപൂജകള് ചെയ്തൊഴിയുമ്പോഴേ അങ്കോലി എന്ന പടകൊള്ളിങ്കല് തുള്ളിയാടുന്നുണ്ട് അന്നാ വീട് തുള്ളിച്ചാടി കരിമാറഞ്ഞ പോലെ ഇന്നു ഇട്ട മണ്ഡപത്തില് പായന്റെ മുത്തച്ചോ അന്നാ വീട് തുള്ളിച്ചാടി കലിമാറഞ്ഞ പോലെ ഇന്ന് ഇട്ടിര മണ്ഡപത്തില് എഴുന്നള്ളി വായോ പൊന്ന മുത്തച്ഛ കൂട്ടുകെട്ടോടെ എഴുന്നള്ളി വായോ കാലം വൈകാതെ നേരം വൈകാതെ എഴുന്നള്ളി വായോ ഏതെങ്കിലും നല്ല അറ്റാകങ്ങള് കിഴകള് വന്നു പോയാ വെളിച്ചത്തെ വന്ന് കണ്ടു വാക്കൊന്ന് അരുളി പറയുവാനാ കുളിച്ചു വന്നല്ലോ മണവതി മുത്തച്ഛനെ ഭസ്മകുറിയ